ശ്രീകണ്ഠപുരം നഗരസഭയിലെ അലക്സ് നഗർ ഐച്ചേരി റോഡ് തകർന്ന യാത്ര ദുഷ്കരം. കഴിഞ്ഞ 8 വർഷത്തോളമായി റോഡ് തകർന്നിട്ട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അറ്റകുറ്റപ്പണിക്കായി പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തുനിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. 8 വർഷമായി അറ്റകുറ്റപ്പണി പോലും നടത്താതെ തകർന്നു കിടക്കുന്ന അലക്സ് നഗർ ഐച്ചേരി റോഡിലൂടെ കാൽനടയാത്ര പോലും സാധ്യമാകാത്ത അവസ്ഥയിലാണ്. 1 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത അലക്സ് നഗർ പാലം നിർമ്മാണത്തിന്റെ ആദ്യ ടെൻഡറിൽ ഈ റോഡിന്റെ വികസനത്തിനും കൂടിയാണ് 10 കോടി 10 ലക്ഷം രൂപ 2016-ൽ വകയിരുത്തിയത്. 5.50 മീറ്റർ വീതിയിൽ റോഡ് നവീകരിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ കരാറുകാരന്റെ അനാസ്ഥ മൂലം പാലം പണി നിലയ്ക്കുകയും 2019-ൽ പാലത്തിന്റെ ഉയരം വർദ്ധിപ്പിക്കണമെന്ന സർക്കാർ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ ടെൻഡർ വിളിക്കുകയും ചെയ്തു. പുതിയ ടെൻഡറിൽ റോഡ് നിർമ്മാണം ഒഴിവാക്കി 5 കോടി 84 ലക്ഷം രൂപ പാലത്തിന് മാത്രമായി വകയിരുത്തുകയായിരുന്നു. വർഷങ്ങളായിട്ട് ഈ റോഡിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഇത് മാറി പഞ്ചായത്തുകൾ 20-35 വർഷം മാർക്സിസ്റ്റുകാർ ഭരിച്ചു, പിന്നെ കോൺഗ്രസ്സുകാർ ഭരിച്ചു. ആര് ഭരിച്ചിട്ടും കണ്ണൂർ ജില്ലയിലെ കേരളത്തിൽ ഇതുപോലത്തെ റോഡ് കേരളത്തിലില്ല. കാരണം ബാക്കി എല്ലാ പഞ്ചായത്തുകളും പോക്കറ്റ് റോഡുകളും ഇപ്പം മുനിസിപ്പാലിറ്റിയുടെ ഭരിച്ചത്. ഈ റോഡ് വർഷങ്ങളായിട്ട് പാർട്ടിയുടെ ഇത് കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ മാർക്സിസ്റ്റുകാർ ഭരിക്കുമ്പോൾ ഈ റോഡ് അവഗണനയാണ്. വർഷങ്ങളായിട്ട് നടന്നു പോകാം. ഇതിപ്പം മുനിസിപ്പാലിറ്റിയുടെ വകയിൽ കഴിഞ്ഞ വർഷം ഇത് വേസ്റ്റ് ഇട്ടിട്ട് ഇപ്പം നടന്നു പോകാൻ പറ്റുന്നത്. ഇതാ അവസ്ഥ ഇവിടെ. നിലവിൽ ഈ റോഡിനു വേണ്ടി 4 കോടി 15 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റിന് ഭരണാനുമതി ലഭിക്കാനുണ്ട്. ഇതിനിടെയാണ് സജീവ് ജോസഫ് MLAയും ശ്രീകണ്ഠപുരം നഗരസഭയും റോഡിനു വേണ്ടി തുക അനുവദിച്ചതിൽ 10 ലക്ഷം രൂപയ്ക്ക് ഐച്ചേരി മുതൽ മാപ്പിന് വരെ ടാറിംഗ് നടത്തി. തുടർന്ന് പാലം വരെയുള്ള ഭാഗം പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. നാട്ടുകാർക്ക് ഇതുവഴിയുള്ള യാത്ര കടുത്ത ദുരിതമാവുകയാണ്. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ അനങ്ങാപ്പാറ സമീപനം തുടരുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.